ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനും കേശുവും അച്ഛമ്മയും കൂടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണം മീൻകറിയാണ്. ഓൾറെഡി നമ്മൾ കപ്പ വേവിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഒരു കഷ്ണം മീൻകറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി മീനൊക്കെ സെറ്റാക്കി വെച്ചേക്കുവാ അല്ലേ അമ്മേ? അപ്പൊ നമുക്ക് മീൻകറിയിലോട്ട് പോകാം. കപ്പ റെഡിയായി. ഇനി അടുത്തത് മീൻകറിയാണേ. മീൻകറിക്കുള്ള അമ്മ വെളുത്തുള്ളി, ഇഞ്ചി, 5-6 ചുമന്നുള്ളി, പച്ചമുളക് ഇവിടെ എടുത്ത് റെഡിയാക്കി കഴിയെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ മേശപ്പുറത്ത് തന്നെ വെക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും പറയാം. എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം അരിഞ്ഞ് ഒന്നെടുത്ത് പെട്ടെന്ന് കറി വെക്കട്ടെ. ഇപ്പം സമയം അങ്ങ് പോകും. ഇതാണ് ഇവിടുത്തെ കാര്യം. ചേർക്കാപ്പയും കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന ആരും വലിയ പാടാണ്. എന്നാലും ഞങ്ങൾ എടുത്തിടുന്ന അതുകൊണ്ടാണ്. ആരാ എന്നെ പൊന്നെ നമുക്ക് അമ്മമ്മ ഉണ്ടാക്കണ്ടേ? ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇങ്ങനത്തെയൊക്കെ. ഇങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം വീഡിയോ കാണണേ, ലൈക്ക് അടിക്കണേ, ഞങ്ങളെ ഫോളോ ചെയ്യണമെന്നൊക്കെ പറയുന്ന വെച്ചാൽ അവൻ വീഡിയോ എടുക്കാമെന്ന്, അവൻ പിടിച്ചോളാവെന്ന് ഫോണേലല്ല. ഇവിടുത്തെ കാര്യം. പിന്നെ എന്നാ ഞങ്ങൾ ചെയ്യണ്ടേ? പൊന്നു ചെയ്തോ. അവനെ തോളത്തുനിന്നൊന്ന് ഇറക്കി യുദ്ധത്തോട്ടൊന്ന് നിർത്തി. അവനത് ഇഷ്ടപ്പെട്ടില്ല. എടുത്തു. അങ്ങനെ നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാവേ. നിങ്ങളിങ്ങനെ ഊതാറുണ്ടോ ഗൈസ്? ഊതിയാണ് ഈ അമ്മയ്ക്ക് ശ്വാസം മുട്ടുന്നത്. പക്ഷെ പറഞ്ഞാൽ കേൾക്കണ്ടേ, ഗ്യാസുണ്ട് എങ്കിലും അടുപ്പത്ത് വെച്ചാലേ തീർപ്പതിയാവത്തുള്ളൂ. മാറി ഞാൻ ഊതാം. വേണ്ട കേട്ടോ, ഊതിക്കത്ത് പോലുമില്ല എന്നെ കൊണ്ട്. ഇങ്ങനെ ഒരു അമ്മായിയമ്മ നിങ്ങൾക്കുണ്ടോ? അതെ, കത്തിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അമ്മ കത്തിക്കും. അങ്ങനെ ചട്ടി അടുപ്പേ വെച്ചു. ഒരാളിരുന്ന് കഥകപ്പെടുത്തോ? എല്ലാരും പറയുന്നു ഇവനെ ഇവത്തെ നിർത്തിയാൽ ഇവന്റെ വോക്കറ നിർത്തുന്നത് ശരിയല്ല കുഞ്ഞുങ്ങളെ എന്ന്. നമ്മൾ എപ്പോഴും നിർത്തുന്നില്ലല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ കറി വെക്കാൻ ഇവൻ കേശേ, ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇവനെ ഒന്ന് വോക്കറ നിർത്തുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു കുടം വെളിച്ചെണ്ണ ഒഴിച്ചു. അതായത് നിങ്ങൾ 2 സ്പൂൺ ഒഴിക്കൂ, 3 സ്പൂൺ ഒഴിക്കൂ, അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. അതെ, എൻ്റെ ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതെ, നമ്മുടെ ആവശ്യം നമുക്കറിയാം. എന്തോരം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ സാധനം എല്ലാം വഴണ്ടി വരും. അത് മതി, അത് ഒഴിച്ചു. ഇനിയിപ്പോൾ അതിനകത്തൊരു ബാക്കി നമുക്ക് ഇട്ടാൽ മതിയല്ലോ. അടുപ്പേ തന്നെ അങ്ങ് വെച്ചു. എന്താണെന്ന് വെച്ചാലേ, കേക്കേ ഭയങ്കര സംസാരമാണ്. എന്തോ എന്നെ എന്നാ മറിയല്ല അതുമായിട്ടെ. ഇനി നമുക്കിത് ഇതിലോട്ട് ഉലുവ ഇടാം. എന്തേ കണ്ടോ, ചിരി ഉലുവ ആദ്യം ഇടുന്നത്. ഉലുവായ്ക്കല്ലേ ഇത് കൂടുതൽ. ഉലുവ ഒന്ന് ചൂടായി പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇവരെന്താ അങ്ങോട്ട് നോക്കുന്നത്? എൻ്റെ ജീവൻ അവിടെ നിൽക്കുക. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. അതേലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനിങ്ങനെ അങ്ങനെ ഉലുവ അതിനകത്ത് റെഡി ആകുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കടുകും കൂടി ഇടുവാണ്. 1 സ്പൂൺ കടുക്, 1.5 സ്പൂൺ ഇട്ടേക്കാം. കുഞ്ഞു ടേബിൾ സ്പൂൺ കടന്നോട്ടെ. ടേബിൾ സ്പൂൺ, അതെ, കുഞ്ഞു സ്പൂൺ. അങ്ങനെ കടുക് ഇട്ടു. ഇനി നമുക്ക് അത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. തീ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ പൊട്ടിക്കൂ. കണ്ടോ എന്തോ കടുക് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുമന്നുള്ളി. ഇന്ന് പേസ്റ്റ് ആക്കിയില്ല. ഇന്ന് അല്ലാതെ ഞാൻ വെക്കുന്നത്. മറ്റേ പേസ്റ്റിലായിരുന്നു. ഇന്ന് അല്ലാതെ ഒന്ന് വെച്ച് നോക്കാം. അരിഞ്ഞ് വെച്ച് നല്ലതുപോലെ ആക്കി. ഇനി ഇതൊന്ന് അല്ലേ വഴണ്ട് പറയടാ. എന്നാടാ നിനക്ക് പറയാനുള്ളതെന്ന് വെച്ചാ പറയടാ. എന്താടാ നിനക്ക് പറയാനുള്ളതെന്ന് വെച്ചാ പറയടാ. പൊന്നാണോടി ഇത്? അച്ഛൻ പൊന്നെ ഓടി വാ.
ഒരു വാരി മീമിയൊക്കെ ഒരു വാ. അപ്പിടുവാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ആണ്ട പോണു. നമുക്കേ ഞാൻ എങ്ങനെ വെച്ചാൽ ഈ കുടംപുളിയും കൂടെ ആ എണ്ണയ്ക്കകത്ത് അങ്ങിടും. അതിനകത്ത് നല്ലോണം അതങ്ങ് പിടിക്കും. അന്നേരം ആ പുളി തിന്നാൻ നല്ല സുഖമായിരിക്കും. അതും കൂടെ അതിനകത്ത് അങ്ങ് ഇട്ടു. അങ്ങനെ കുടംപുളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട എണ്ണയ്ക്കകത്തോട്ട് രണ്ട് കരിയാപ്പിലയും കൂടെ നമുക്ക് അതിനകത്തോട്ട് ബാക്കി പിന്നെ ചേർക്കാം. കരിയാപ്പില രണ്ട് കരിയാപ്പിലയും കൂടെ ആ കൂട്ടത്തിൽ ചേർത്ത് തണ്ടടക്കമാണ് നമ്മൾ ചേർക്കുന്നത്. എല്ലാം ഇട്ട് ഞാൻ എല്ലാം കൂടെ ഇതിനകത്ത് കിടന്നു നല്ലതുപോലെ അതെല്ലാം നല്ലവണ്ണം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഞാൻ ദേ ഇത്രയും വെള്ളം എടുത്ത് തന്നെ തൊഴിക്കുവാണേ. ആദ്യമേ നിങ്ങൾ ഓർക്ക് മുളക് പൊടി ഇടാത്ത എന്താന്ന്, പക്ഷെ ഞാൻ വെള്ളം ഒഴിക്കുവാണേ. യേശുവിനെ ഇപ്പോൾ എടുക്കണേ, പിന്നെ എടുക്കേണ്ടി വരും. വെള്ളം ഒഴിച്ചു. ഞാൻ ആ വെള്ളം ഒന്ന് ഇതായിട്ട് അതിലോട്ട് ഞാൻ വെക്കട്ടെ. അതിലോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പുളി നമ്മൾ ആദ്യം തന്നെ ഇട്ടു. അതെ, ഉപ്പിട്ടു. ഇനി നമുക്കിത് ഇത് സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഒരു ശകലം കുരുമുളക് പൊടി, ഇത്രയും കൂടി ഞാൻ ഇതിനകത്ത് എടുത്തോണ്ടെങ്കിൽ പോന്നേക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ആണ്. ഇത് നമുക്ക് അതിനകത്തോട്ടിടാം. ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഇതിനകത്ത് കിടന്ന് തിളച്ചിട്ട് നല്ലവണ്ണം എണ്ണ പൊങ്ങി വരുമ്പോഴാണ് നമുക്ക് ബാക്കി കഷ്ണം എല്ലാം അതിനകത്ത് ഇട്ട് നമുക്ക് റെഡിയാക്കണ്ടേ. ഇനി അതൊന്ന് ശരിയാകട്ടെ, എന്നിട്ട് കാണിക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, എണ്ണ തെളിയാൻ വേണ്ടി. എല്ലാം നമ്മൾ ഈ അരപ്പിനകത്ത് നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതെന്തോരം നന്നാകാവോ അന്തോരം നന്നായാൽ നല്ലത്. അതായത് ഇത് നല്ലവണ്ണം നമ്മൾ ചുമന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ കഷ്ണം കൂടെ പെറുക്കുക. അതാണ് അന്നേരം അമ്മ വെക്കുന്ന മീൻകറിക്ക് ആ കളർ വരുന്നത്. അല്ല നമ്മൾ ചുമ്മാ മുളക് പൊടി കലക്കി ഒഴിച്ചാലോ വെളിച്ചെണ്ണയ്ക്കകത്ത് കൊണ്ട് ഇട്ടാലോ ഒന്നും ആ മീനിന് ആ കളർ വരത്തില്ല. പുക പാറുക. അതേപോലെ ഇളക്കട്ടെ. ആവും വേണ്ട, നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് കണ്ടോ, മേളിൽ തെളിഞ്ഞു വന്ന് നടക്കുന്നുണ്ടോ. ഹായ്, ഇനി ഇതിലേക്കാണ് നമ്മൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ കഷ്ണം പെറുക്കി ഇട്ടാൽ മതി. വെള്ളം ഒഴിക്കുവാണ്. ഒത്തിരി നീട്ടി വേണ്ടവർക്ക് ഏറെ വെള്ളം ഒഴിക്കാം, നീട്ടി വേണ്ടവർക്ക് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്കൊരു മീഡിയം സൈസിൽ നിൽക്കുന്നതാണ് നമുക്ക് എപ്പോഴും, അല്ലേ? കൊഴുത്ത മീൻകറിയാണ് അമ്മയുടെ അതെപ്പോഴും, അല്ലാണ്ട് ഒരുമാതിരി വെള്ളപ്പൊക്കം പോലെ കിടക്കാറില്ല. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്തോട്ട് മീൻ കഷ്ണം പറിക്കണം. കഷ്ണമൊക്കെ ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. കണ്ടോ കഷ്ണം മീൻ. ചൂരയാണോ അമ്മേ? ഞങ്ങൾ ഇന്ന് ഇതിന്ന് വെള്ളച്ചൂര. ഇതിൽ നിന്ന് ഞങ്ങൾ കഷ്ണവും കൂടെ എടുത്ത് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ടാക്കുന്നുണ്ട്. അത് കാണിക്കാം. അതെ കേട്ടോ. നമ്മുടെ ഇത് നല്ലപോലെ തിളക്കട്ടെ. തിളച്ചിട്ട് മീൻ കഷ്ണം ഇടുന്നത് കാണിക്കുന്നത്. തിളച്ച് പൊട്ടി വരുന്നുണ്ട്, തിള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ടേ ചൂടങ്ങ് നിൽക്കും, മറ്റേ പോലെ പെട്ടെന്ന് അത് കാരണം എല്ലാം തിളച്ചും ഇതാക്കി വരും. ഇതെല്ലാം നമ്മൾ അടുപ്പിലല്ലേ വെക്കുന്നത്. അതെ, ഗ്യാസിലാകുമ്പോൾ നമ്മൾ ഒരുപാട് നേരം അവിടെ നിൽക്കണം. ഇതാകുമ്പോൾ പെട്ടെന്ന് ഇതിനകത്ത് റെഡി ആയിക്കോളൂ. അതുകൊണ്ടാണ് അതെല്ലാം അടുപ്പേ വെക്കുന്ന മീൻ കറിക്കാണ് ടേസ്റ്റ് ഗ്യാസേ വെക്കുന്നേക്കാട്ടും. എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഗ്യാസേല വെക്കുന്നത്, ഞങ്ങൾക്ക് അടുപ്പില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ കാര്യം നിങ്ങൾ പറയുക. അതായത് പഴയ അമ്മമാരുണ്ടെങ്കിൽ, ഞാൻ ഒത്തിരി പഴയതാണെന്നല്ല പറഞ്ഞേ, അമ്മമാരൊക്കെ വീട്ടിലുള്ള അമ്മമാർ പറയും അടുപ്പേ വയ്ക്കാം, ചോറടുപ്പ് വെക്കാം. റൈസ് കുക്കറിൽ വെക്കുന്ന ചോറ് അമ്മമാർക്കൊന്നും ചില അമ്മമാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അച്ഛന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെയാണ് എല്ലാ വീട്ടിലും ചെയ്യുന്നത്. അത് കണ്ടോ, നമ്മളത് നല്ലോണം റെഡി ആയിട്ടുണ്ടത്. കണ്ടോ തിള പൊട്ടി കണ്ടോ, നമ്മൾ അരപ്പ് കണ്ടോ അരപ്പ്. ഇതിനകത്തോട്ടാണ് നമ്മൾ ഈ കഷ്ണം എല്ലാം പെറുക്കിയിടാൻ പോവാണേ. കണ്ടോ നമ്മുടെ കഷ്ണം എല്ലാം. കഷ്ണം മീനെന്നും പറഞ്ഞ് നമ്മൾ മേടിക്കുന്നുണ്ട്. ഏത് മീനാണ് നമ്മൾ സാധാരണ ഷിബിലിനോട് ചോദിക്കാറില്ല. നമ്മൾ കടയിൽ പോയി അല്ലല്ലോ മേടിക്കുന്നത്. അണ്ണൻ ഇവിടെ വണ്ടിയെ കൊണ്ടുവരുന്നിടത്തുനിന്ന് വീട്ടിൽ നിന്ന് മേടിക്കുന്നതല്ലേ നമ്മൾ. ചട്ടിക്കകത്ത് വാഴയിലേക്ക് ഇട്ട് പോയി മേടിക്കുന്ന മീൻ. മീനങ്ങനെ പെറുക്കിയിട്ട് 1/2 കിലോ മീനുണ്ട്. ഇത് അത് മുഴുവൻ നമ്മൾ കറി വെക്കുക. 1/2 കിലോ മീൻ എന്നത്തിനുണ്ട്? ഒന്നിനും ഇല്ല. കറി വെച്ച് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഒന്നും കാണത്തില്ല.
നല്ലതുപോലെ ഇളകി ഇതിനകത്ത് കിടന്ന് വേകട്ടെ അല്ലേ അമ്മ? അടച്ച് വെച്ച് വേവിക്കാൻ പോകാം. നോക്കേ കണ്ടോ കഷ്ണം കിടന്നു. ഇനി ഇത് നല്ലപോലെ വെന്ത് കുറുകി സെറ്റായിട്ട് അന്നേരം കാണിക്കും. എന്നിട്ട് കാണിക്കും. നമുക്ക് ഇതന്നെ അടച്ചു വെക്കാം. ഇനി അത് അവിടെ ഇരുന്ന് അതവിടെ ആ സമയം കൊണ്ട് ഞാൻ ബാക്കി പരിപാടിയൊക്കെ ദൈവം പോയിക്കോ, കുളി ജപം എല്ലാം നടത്തിക്കോ, പോകാനുള്ള റെഡി ആയിക്കോ, ഓടിക്കോ. അങ്ങനത്തെ നമ്മുടെ മീൻകറി വെട്ടി തിളയ്ക്കുന്ന മീൻകറി, നല്ല സൂപ്പർ മീൻകറി. കണ്ടോ മീൻകറി ഉപ്പ് കൊണ്ടുവന്നേ. എല്ലാം ഉണ്ട്, ഉപ്പും ചേർക്കണ്ട, ഒരു സാധനവും ചേർക്കണ്ട. അടിപൊളി അടിപൊളി മീൻകറി അത് ഞാൻ പറയുന്നു. നിങ്ങൾ വന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്കും അറിയാം. മണമൊക്കെ വരുന്നുണ്ട് ഗൈസ് അല്ലേ? ഇത് കൂട്ടി ഇന്നൊരു പിടിക്ക് കപ്പേ മീൻകറി നമുക്ക് വാങ്ങാം. അതെ, വാങ്ങി വെക്കാം. ഇത് കരിയാപ്പില വിട്ടേക്കാം. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വേണ്ട, വെളിച്ചെണ്ണ ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്തു. ഇനി നമുക്കിതങ്ങ് വാങ്ങാം. ചൂട് പാറുന്നല്ല കപ്പ കൂട്ടി അടിക്കാനുള്ള നല്ല അടിപൊളി മീൻകറി തിളച്ചുകൊണ്ടിരിക്കുക. അടുപ്പത്തുനിന്ന് എടുത്തിട്ടും തിളയ്ക്കുന്ന മീൻകറി. ഹലോ, മീൻകറി റെഡി, കപ്പ റെഡി. ഇന്ന് രാവിലെ നമുക്ക് കപ്പയും മീൻകറിയാണ്. നല്ല അടിപൊളി മീൻകറി കപ്പയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഓടിവായോ കപ്പ മീൻകറി കഴിക്കാം.